ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൽ നമ്മുടെ ഡെഡ്പൂളിൻ്റെ കൊട്ടക്കണക്കിന് വെർഷൻസിനെ കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നാലും അതിൽ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് 2 ഡെഡ്പൂൾസിനാണ്. അതായത് ആ മൊത്തം ഡെഡ്പൂൾ കോപ്സിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ലേഡി ഡെഡ്പൂളും പിന്നെ നൈസ് പൂളും. സോ ഈ 2 ക്യാരക്ടേഴ്സും ആരാണെന്ന് ഇവരുടെയൊക്കെ കോമിക്കിൻ്റെ ഒറിജിനുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തേതാണ് നമ്മുടെ ഡെഡ്പൂൾ കോപ്സിൻ്റെ ലീഡറായിട്ടുള്ള ലേഡി ഡെഡ്പൂൾ അഥവാ വാണ്ട വിൽസൺ. അതായത് ഈ ലേഡി ഡെഡ്പൂളിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് സെയിം നമ്മുടെ ഡെഡ്പൂൾ അതായത് വേഡ് വിൽസൻ്റെ സെയിം ഒറിജിൻ തന്നെയാണ്. പുള്ളിക്ക് ആ ഹീലിംഗ് ഫാക്ടേഴ്സും പവേഴ്സൊക്കെ കിട്ടുന്നത്. പിന്നെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേഡി ഡെഡ്പൂൾ ഉള്ള എർത്ത് 1310 എന്ന് പറയുന്നത് 2 സൈഡ് എടുത്തിട്ടുണ്ടാവും. അതായത് നമ്മുടെ ജനറൽ അമേരിക്ക, അതായത് ക്യാപ്റ്റൻ അമേരിക്ക അല്ല, ജനറൽ അമേരിക്ക. അങ്ങനെ പുള്ളിയും പുള്ളിയുടെ ആർമിയൊക്കെ ചേർന്നിട്ട് ഏതാണ്ട് ഒരു രീതിക്ക് പോകുന്നുണ്ടാവും. അതായത് ഹിറ്റ്ലറിനെ പോലെ പുള്ളിയുടെ പ്രൊപ്പഗാണ്ടയായിട്ട് പുള്ളി മുന്നോട്ട് പോകുന്നുണ്ടാവും. അങ്ങനെ അതിനെ എതിർക്കുന്ന, അതായത് ആ അമേരിക്കൻ റൂൾസിനെ എതിർക്കുന്ന ഒരു ടീം, ഓഫ് കോഴ്സ് അവരായിരിക്കുമല്ലോ പിന്നെ റെബൽസ്. അങ്ങനെ ആ റെബൽസിൽ ചേരുന്ന ആളാണ് നമ്മുടെ ലേഡി ഡെഡ്പൂൾ. അങ്ങനെ ഈ ലേഡി ഡെഡ്പൂളും നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, ഈ ക്യാപ്റ്റൻ അമേരിക്ക അല്ല ജനറൽ അമേരിക്ക ആയിട്ടൊരു ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഈ ഫൈറ്റിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ മെയിൻ എർത്ത് 616 ഡെഡ്പൂളും സോംബി ഡെഡ്പൂളിൻ്റെ ഹെഡ് ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് എത്തുന്നത്. അതായത് ഇവർ വലിയൊരു ത്രെട്ടിനെ എതിരിടാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ എർത്തിലെ ഡെഡ്പൂൾ ഒരു വലിയ ഡെഡ്പൂൾ കോപ്സിനെ തന്നെ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് പുള്ളി ഈ യൂണിവേഴ്സിലേക്ക് വന്നത്. അങ്ങനെയാണ് ഈ ലേഡി ഡെഡ്പൂൾ ഡെഡ്പൂൾ കോപ്സിലേക്ക് റിക്രൂട്ട് ആവുന്നത്. അതായത് ആ പടത്തിൽ മൊത്തം ഡെഡ്പൂൾ കോപ്സിന് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ലേഡി ഡെഡ്പൂൾ ആണെങ്കിലും ശരിക്കും കോമിക്കിൽ നമ്മുടെ എർത്ത് 616 ഡെഡ്പൂളാണ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്നിട്ട് അവസാനം ഗലാക്റ്റിക് പൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഡെഡ്പൂളായിട്ടുള്ള, ഐ മീൻ ഡെഡ്പൂളിൻ്റെ മൾട്ടിവേഴ്സിലെ പല വെർഷൻസും ആയിട്ടുള്ള ഒരു ഫൈറ്റിൽ, നമ്മുടെ ഗലാക്റ്റിക് പൂളുമായിട്ടുള്ള ഫൈറ്റിൽ ലേഡി ഡെഡ്പൂൾ തട്ടിപ്പോകുന്നുണ്ട്. അതെങ്ങനെയാണ് തട്ടിപ്പോകുന്നതെന്ന്, ഐ മീൻ എന്തിനാണ് ഈ ഫൈറ്റ് എന്നുള്ളതൊക്കെ ഒരു സെപ്പറേറ്റ് കോമിക് സ്റ്റോറി ആയിട്ട് തന്നെ ഉണ്ട്. അത് നമ്മൾ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഒരുപാട് കോമിക്സ് എന്തായാലും പെൻഡിങ്ങിനുണ്ട്. ആദ്യം എന്തായാലും അത് തീർക്കട്ടെ. പിന്നെ അതിൽ കാണിച്ചിരിക്കുന്ന മെയിനായിട്ടുള്ള വേറൊരു ഡെഡ്പൂളിൻ്റെ വെർഷനാണ് നൈസ് പൂൾ. ആക്ച്വലി ഇങ്ങനെ നൈസ് പൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വെർഷൻ നമ്മുടെ കോമിക്കിൽ ഇല്ല. ഇത് ഈ പടത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന കാരണം ഇത് ഡെഡ്പൂളിന് സൂപ്പർ പവേഴ്സ് ഒന്നുമില്ല. കാരണം ആ പടത്തിൽ തന്നെ നമ്മുടെ ഡെഡ്പൂൾ, ഐ മീൻ ഈ നൈസ് പൂൾ ഹീലിംഗ് ഫാക്ടറോ അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം പുള്ളിക്ക് ഹീലിംഗ് ഫാക്ടേഴ്സേ ഇല്ല. ഇത് നോർമൽ വേഡ് വിൽസൺ ആണ്. അതായത് ഡെഡ്പൂളിൻ്റെ വേഷത്തിലുള്ള വേഡ് വിൽസൺ, ഒരു അസാസിനായിട്ടുള്ള വേഡ് വിൽസൺ. അതിലും അസാസിനെന്ന് പറയാൻ മാത്രം പറ്റത്തില്ല. കാരണം പുള്ളിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള കോമ്പാക്ട് സ്കിൽസോ ഒന്നും ഉള്ളതുപോലെ കാണിച്ചിട്ടില്ല. പുള്ളി ആ ഗണ്ണും വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് ഒന്ന്. പക്ഷേ നമ്മുടെ ഒറിജിനൽ ഡെഡ്പൂളിനെ പോലെ ഒരു ഹ്യൂമർ സെൻസും ഫോർത്ത് വാൾ ബ്രേക്കിങ്ങും ഉള്ള പോലെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് ഒരു പ്രശ്നം. കാരണം നമ്മുടെ ഡെഡ്പൂളിന് ഈ പവേഴ്സ് കിട്ടുന്ന കാരണം, ഐ മീൻ ഈ പവേഴ്സ് കിട്ടിയത് കാരണമാണ് പുള്ളിയുടെ ഹെഡിൽ ഓരോരോ ആൾക്കാർ സംസാരിക്കുന്ന പോലെ തോന്നിയിട്ട് പുള്ളി ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ഡെഡ്പൂളിന്, ഐ മീൻ നൈസ് പൂളിന് ഇങ്ങനെ ഒരു പവർ ഇല്ലെങ്കിൽ പുള്ളി എങ്ങനെ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്നു? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെയായിരിക്കും? ഐ മീൻ ജസ്റ്റ് ഇതൊരു ഫണ്ടിന് വേണ്ടിയിട്ട് ഇറക്കിയതായിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിൽ വേറെ ഒരുപാട് ഡെഡ്പൂളിൻ്റെ വെർഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ കിഡ് പൂള്, ബേബി പൂള്, അങ്ങനെ ഒരുപാട് പൂള്. പിന്നെ ഇതിൽ വേറെ ഒന്നാണ് നമ്മുടെ സോംബി പൂളിൻ്റെ ഹെഡ്. ആക്ച്വലി ഇത് നമ്മുടെ സോംബി യൂണിവേഴ്സിലെ ഹെഡ് പൂളാണ്. ഐ മീൻ സോംബി യൂണിവേഴ്സിലെ ഡെഡ്പൂളിൻ്റെ ഹെഡാണ്. ആക്ച്വലി സാമുറായ് ഡെഡ്പൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡെഡ്പൂൾസ് ഉണ്ട്. ആ ഡെഡ്പൂൾസിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഡെഡ്പൂൾസിൻ്റെയും വെർഷൻസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.